ഈ ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ പോകുന്നു. ഈ പൂജ വെച്ചിരിക്കുന്ന സമയത്തോ? ഓ, പൂജ വെച്ചിരിക്കുക അല്ലേ? ആ പഠിക്കാനുള്ള തൊര കാരണം ഞാനതങ്ങ് മറന്നുപോയി. അത് സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ എടുക്കുമല്ലോ, ഇരുന്നങ്ങ് പഠിച്ചു. അയ്യോ, പൂജ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പഠിക്കാനുള്ള തൊരയൊക്കെ അങ്ങ് പോകും. ഓ, പൂജ വെച്ചിരിക്കുന്ന സമയത്ത് മാത്രമുള്ള ത്വരയാ അല്ലേ? നന്നായി. അയ്യോ, എന്തു പറ്റി മോനെ നെറ്റിയിൽ? അതമ്മ ആ തെങ്ങ് കണ്ടില്ലേ? കണ്ടു. മോനത് കണ്ടില്ലേ? അല്ലമ്മേ, ഞാനും കണ്ടു. പിന്നെന്താ? ഞാൻ നടന്നു വരുമ്പോഴേ ആ തെങ്ങിനെ കണ്ടായിരുന്നല്ലോ. അമ്മയ്ക്കറിയാലോ ഞാൻ മാറത്തില്ലെന്ന്. ഞാൻ വിചാരിച്ച ആ തെങ്ങ് മാറുമെന്ന്. പക്ഷെ ആ തെങ്ങിന് ഈഗോ ഉണ്ടായിരുന്നമ്മേ, അത് മാറിയില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ക്ലാഷായിപ്പോയി. ഹോ, എന്തൊരു വേദന. അല്ലെങ്കിലേ ഇത്തിരി ഭ്രാന്തുണ്ടായിരുന്നു. ഇപ്പം തലയിടിച്ചപ്പോൾ കൂടുതൽ പ്രശ്നമായെന്നാണ് തോന്നുന്നത്. എന്തുവാ നന്ദു ശബ്ദം കേട്ടെ? ഒന്നുമില്ല അമ്മ, ഒന്ന് പേടിച്ചതാ. എന്ത് കണ്ടാ പേടിച്ചത്? ഞാനല്ലേ പേടിച്ചത്. പിന്നെ ആരാ പേടിച്ചേ? ഞാനിവിടെ നിൽക്കുമ്പോഴേ ഒരു കീരി ഇതുവഴി പോയി. എൻ്റെ ധൈര്യം കാരണം ഞാനൊന്ന് ചാടി. അത് കണ്ടതങ്ങ് പേടിച്ചോടി. ആ ശബ്ദം അമ്മ കേട്ടത്. ഇപ്പം മനസ്സിലായി ആരാ പേടിച്ചതെന്ന്. ഇനി ആ കീരിയുടെ വായിരിക്കുന്നത് ഞാൻ കേൾക്കണം. നല്ല മീൻ വറുത്താ കേട്ടോ അമ്മേ. ശരിയാടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ അമ്മേ? ഒന്നുമില്ലടാ. അയ്യേ, അതൊന്നുമല്ല. മീൻ കഴിച്ചോണ്ടിരുന്നപ്പോഴേ തൊണ്ടേ മുള്ളു കുടുങ്ങി, അതാ. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒന്നിനെ തന്നെ വളർത്താൻ വയ്യ, അപ്പോഴാ വേറൊരെണ്ണം കൂടെ. അതെന്താ അമ്മ അങ്ങനെ ഒരു ടോക്ക്? ഒന്നുമില്ല, വാ കഴിക്കാം. അമ്മേ, നമുക്കൊരു ഷവായി മേടിച്ചാലോ? ഈ മാസത്തെ ചെലവ് എങ്ങനെ നടത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതെന്താ അമ്മേ? പ്രതീക്ഷിക്കാത്ത ഓരോരോ ചെലവുകളാടാ വന്നത്. AC കംപ്ലൈൻ്റ് ആയി, അത് നന്നാക്കണം. അതിൻ്റെ കൂടെ ഇൻഷുറൻസ് എടുക്കണം. എല്ലാം കൂടെ എങ്ങനെ ചെയ്യുമെന്ന്. അപ്പോഴാ ഷവായി. അമ്മ പകുതി കാശിട്ടാൽ മതി, ബാക്കി ഞാൻ ഇട്ടോളാം. മോന് വരുമാനമുണ്ട്, എനിക്കതില്ലല്ലോ. അതെങ്ങനെയാ അമ്മ, എനിക്കെവിടുന്ന വരുമാനം? മോൻ ഇടയ്ക്കിടയ്ക്ക് അമ്മുമ്മയും അച്ചാമ്മയും ഒക്കെ തരുന്ന പൈസയുണ്ട്, കൂടാതെ വഞ്ചിയിലിടുന്ന കാശുണ്ട്. എനിക്കോ ആകെ ഉള്ളത് അച്ഛൻ തരുന്ന ശമ്പളമാണ്. അപ്പം ശരിക്കും അച്ഛനല്ലേ അമ്മ വരുമാനം ഇല്ലാത്തത്? അമ്മയ്ക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അമ്മ അച്ഛനോട് കാശ് ചോദിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ അച്ഛൻ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അച്ഛൻ അമ്മയോട് കാശ് ചോദിക്കണ്ടേ? അപ്പം ശരിക്കും ആർക്കാ വരുമാനം ഉള്ളത്? അത് ശരിയല്ലേ? അത് ഞാൻ ഓർത്തില്ല. ദാറ്റ് ഈസ് എ നേക്ഡ് ട്രൂത്ത്. എന്തോന്നാ? നഗ്ന സത്യവാന്ന്.